ആകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത ഹൃദയം ആകുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുക്കി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ വെള്ളം ഇരച്ച് കലക്കിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുക്കിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. കണ്ണുകൾ നിങ്ങളിലേക്ക് ഉയർത്തുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രിയ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചേർന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവേ, ഇപ്പോൾ ഈ ഹാർവസ്റ്റ് കേരളത്തിലൂടെ യൂട്യൂബിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കും, ആരാധിക്കും, മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവിക സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ഭവനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ രാത്രി ഓരോ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവിക സൗഖ്യം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവിക സമാധാനത്താൽ ദൈവിക സ്വസ്ഥത എല്ലാവരും നിറയപ്പെടേണ്ടതിനായി ഈ രാത്രി ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകൃപയാൽ ദൈവശക്തിയാൽ എല്ലാവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ രോഗത്താൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഭവനങ്ങളിലെ ഹോസ്പിറ്റലിൽ കർത്താവേ, ഐസിയുലും വെന്റിലേറ്റർ കർത്താവേ, പലവിധ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏത് രോഗമാണെങ്കിലും കർത്താവേ, ആ കാൽവരി കുരിശിൽ തികച്ചെടുത്ത ദൈവിക സൗഖ്യം കർത്താവേ ഓരോ വ്യക്തികളിലേക്ക് കർത്താവേ വന്ന് കർത്താവേ അത്ഭുതകരമായ ഒരു സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവ് സൗഖ്യമാക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മദ്യപാന നിമിത്തം കുടുംബജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവേ ലഭിച്ച പ്രാർത്ഥനാ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവിക സമാധാനം കർത്താവേ അവർക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അടിമത്തം കർത്താവേ അവരിൽ നിന്ന് മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്റർനെറ്റുകൾക്ക്, മൊബൈൽ ഫോണുകൾക്കൊക്കെ കർത്താവേ അമിതമായി ഉപയോഗിക്കുന്ന നിമിത്തം മാനസിക രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ പകൽക്കാലം ഇന്ന് രാത്രി കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും ആ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവിക സമാധാനത്താൽ നിറച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, പുതിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഓരോ മക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച്
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നീ ഞങ്ങൾക്ക് തടന്ന ആ വചനം 45:11, ഉൽപ്പത്തി 45:11 ഓരോ മക്കളുടെ മേൽ ഇപ്പോൾ കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദാരിദ്ര്യത്തിന്റെ കൊമ്പ് ഒടിച്ചു കളഞ്ഞ് നിന്റെ ദിവ്യമായ സമൃദ്ധി ആ മക്കളുടെ മേൽ ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടാൻ ഇടവരുത്തരുത് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവിടുത്തെ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവേ, അവ നിത്യനായ ദൈവം കർത്താവേ, അത്ഭുത മന്ത്രി, വീരനാ ദൈവമാകയാൽ സ്തോത്രം ചെയ്യും കർത്താവേ. യേശുവേ, ഏതൊരു ആവശ്യത്തിനും കർത്താവ് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആ ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവെ, ഒരു വിടുതൽ കർത്താവിന്റെ നാമത്തിൽ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരം വിട്ട് മുട്ടിഞ്ഞ് നിൽക്കുന്നവരുണ്ട് കർത്താവ് യേശുവേ. ഏതൊരു കർത്താവ്, ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അവിടുന്ന് പൊക്കിയെടുക്കാൻ കഴിവുള്ള ദൈവശക്തി ഇപ്പോൾ മക്കളുടെ മേലെ ഇറങ്ങുമാറാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബം വന്ന് തകർന്നിരിക്കുന്നവർക്ക് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഒന്നിച്ചാക്കണേ, മക്കളും അമ്മയും കർത്താവേ, മക്കളും അപ്പനും എല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവരാക്കി തീർക്കണം കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ശക്തി അവിടെ ഇറങ്ങുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I command in Jesus' name to be healed in the mighty name of Jesus Christ. ഏതൊരു ക്യാൻസർ ആണെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്നു, ആ ക്യാൻസറെ നീ അവിടെ മാറണം, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. അപ്പാ യേശുവേ, യേശുവേ, അവിടെ ഞങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ആ ട്യൂമർ മാറട്ടെ, ആ കിഡ്നി പ്രോബ്ലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ എടുത്തു മാറ്റുന്നു. ആ ലിവർ പ്രോബ്ലം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വയറ്റിലെ അസുഖം മാറട്ടെ, ഹാർട്ട് പ്രോബ്ലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ബ്ലോക്ക് മാറുവാൻ കൽപ്പിക്കുന്നപ്പാ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്ധിയിൽ ചേർന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ഒന്ന്, ആൻറ്റിക്ക് ലൈല ബ്രെയിൻ ട്യൂമർ നിമിത്തം ഓപ്പറേഷനെ കഴിഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിലൂടെ ആയിരുന്നു ആ സഹായമൊക്കെ തേടേണ്ടി വന്നു. ഇത് മിസ്സസ് അഞ്ജു ഡേവിഡാണ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. ബ്രെയിൻ കെയറിനെക്കുറിച്ച് ആ സന്ദർഭത്തിൽ അറിഞ്ഞു, ഇവിടെ വിളിച്ച് പ്രാർത്ഥന സഹായം തേടി. കർത്താവ് അതിശയകരമായ സൗഖ്യത്തെ ആ മാതാവിന് നൽകിക്കൊടുത്തു. ഇന്നു രാത്രി വെന്റിലേറ്ററിൻ്റെ സഹായം തേടുന്ന പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളുണ്ട്. അവരെ സൗഖ്യമാക്കുന്ന കർത്താവ്, ദീർഘനാളുകളായിട്ട് സൗഖ്യമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അവരുടെ സൗഖ്യത്തിനായി നമ്മൾ ഒന്നിച്ച് ബ്രെയിൻ കേരള കുടുംബത്തിൽ തത്സമയം നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പോയി. അതിന് തൊട്ട് മുൻപായി എല്ലാ മഹത്വവും യേശുവിനർപ്പിച്ച്
കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൊടുത്തൊരു മറുപടി ഇങ്ങനെ, ഹസ്ബൻഡിന് ന്യൂമോണിയ കൂടി, കോവിഡ് പോസിറ്റീവ്, ICUവിലായി 8 ദിവസങ്ങൾ ബോധമില്ലാതെ പോയപ്പോഴാണ് രാഖി ബ്രെയിൻ കേരളയിൽ പ്രാർത്ഥന സഹായം തേടിയതും പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന ഒരു ശ്രുതി ആരോ അവരോട് പറയുകയും ചെയ്തു. അങ്ങനെ ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രയോജനം 3-ാം ദിവസം അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റി. ഇപ്പോൾ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രി കോവിഡ് രോഗത്താൽ വിഷമിക്കുന്നവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. ക്യാൻസറിനാൽ മറ്റു രോഗത്താൽ വിഷമിക്കുന്നവരുടെ സൗഖ്യത്തിനായി നാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ കോവിഡ് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശു കർത്താവിന്റെ നാമത്തിലുള്ള അത്ഭുത സൗഖ്യം ഓരോ രോഗിയുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തുനിന്ന്, ഞങ്ങളുടെ രാജ്യത്തിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കോവിഡ് ബാധ ഒഴിഞ്ഞു മാറട്ടെ. യേശുവേ, അവിടുന്ന് കർത്താവേ ദേശങ്ങളെ സൗഖ്യമാക്കണം കർത്താവേ. അതുപോലെ കോവിഡ് രോഗം വരുമോ എന്ന് പേടിയുള്ളവരുണ്ട്, ഭയമുള്ളവരുണ്ട്. ആമീൻ. ആ ഭയത്തിന്റെ ആത്മാവിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓരോ വ്യക്തികളിൽ നിന്നും പുറത്താക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ധൈര്യത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കണം. ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്നതായ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കോമ സ്റ്റേറ്റിൽ ആയിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി, വളരെയധികം ശ്വാസം മുട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, കോവിഡിന്റെ സൈഡ് ഇഫക്ട്സിനാൽ ഭാരപ്പെടുന്ന ഓരോ രോഗികളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ 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 സൗഖ്യമാകട്ടെ. ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തോടെ പുറത്തു വരട്ടെ. ആ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന കോവിഡ് രോഗികൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച് പുറത്തു വരട്ടെ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ശക്തി ഇപ്പോൾ പുറപ്പെട്ടു പോകട്ടെ കർത്താവേ. അവിടുന്ന് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിൻ ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, യേശുവേ എനിക്കു ചെയ്ത നന്മകളോർത്തിടുന്നു. യേശുവേ എനിക്കു ചെയ്ത നന്മകളോർത്തിടുന്നു. നന്ദി കൊണ്ട് മനം പാടിയിടുമേ സ്വപ്നകാലത്തിൻ നല്ലവികൾ. നന്ദി കൊണ്ട് മനം പാടിയിടുമേ സ്വപ്നകാലത്തിൻ നല്ലവികൾ. ചേർന്ന് പാടിയാൽ എല്ലാവരും യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ഒരിക്കൽ കൂടെ ചേർന്ന് യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. സർവരും ചേർന്ന് യേശുവേ എൻ ദൈവമേ, എല്ലാവരും യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലൂടെയും എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെയും നടക്കുന്ന തത്സമയം നടക്കുന്ന ഈ പ്രാർത്ഥനയും ആരാധന 2510ാമത്തെ ദിവസമാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രിയങ്കയുടെ ആരംഭ ദിവസം മുതൽ പ്രിയങ്കയിലേക്ക് വിളിച്ചു പറഞ്ഞ വ്യക്തികളുടെ കുടുംബങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ചിരിക്കുന്ന ഹോട്ടലിൽ 18 ലക്ഷത്തിനും മീതെ വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ കുടുംബങ്ങളോട് കൂടെ ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തിയെയും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിനകത്ത് നമ്മൾ ഇരമ്യാ പ്രവചനം 29-ാം
അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് നിങ്ങളുടെ തിന്മയ്ക്കായിട്ടല്ല, അവ നിങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാടുകൾ. ഓരോ വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിനൊരു അത്ഭുതകരമായ ചിന്തകളുണ്ട്, പദ്ധതികളുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് വീണ്ടും നമ്മുടെ കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഓരോ വ്യക്തി അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടുവാൻ ഈ രാത്രിയിൽ നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ 2013 ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ കർത്താവെ ഇവിടെ വിളിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളെയും വിളിച്ച വ്യക്തികളെയും ഇവിടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജീവിതത്തിന്റെ പലവിധമായ പ്രയാസങ്ങളിൽ കൂടി കർത്താവെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവ് രോഗത്താൽ പ്രയാസപ്പെടുന്നവര്, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവര് കർത്താവെ, അതുപോലെ കുടുംബത്തെ സമാധാനമില്ലാത്തവര്, മക്കളെ ചൊല്ലി ഭാരപ്പെടുന്നവരുടെ കർത്താവെ, മക്കളുടെ വിദ്യാഭ്യാസം കർത്താവെ, അവരുടെ ജോലികൾ, അവരുടെ വിവാഹങ്ങൾ, തലമുറയില്ലാത്ത വിഷയങ്ങൾ കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് ഏത് പ്രയാസങ്ങളിൽ കൂടി പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും എന്റെ കർത്താവെ, അവിടുന്ന് കാൽവരി ക്രൂശിൽ തികച്ചെടുത്ത ദൈവിക സൗഖ്യ കർത്താവെ ഓരോ വ്യക്തികളിലേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക്, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും കർത്താവെ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ആമീൻ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളുടെ നടുവിലെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ, ആത്മഹത്യ ചെയ്യണമെന്ന ചിന്ത അവരിൽ നിന്ന് മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറിച്ച് കർത്താവെ, നീ നൽകുന്ന സന്തോഷം, നീ നൽകുന്ന സമാധാനവും സ്വാതന്ത്ര്യവും കർത്താവെ, അങ്ങയുടെ ജീവനും ഇപ്പോൾ തന്നെ കർത്താവെ അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ തകർച്ചകളുടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ദൈവിക സമാധാനത്താൽ ഇപ്പോൾ അവർ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമേൻ. പ്രത്യേകിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, യൗവന തലമുറയെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും ആ ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നൊരു വിഷയമാണ്. കർത്താവ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് വന്നത്. അപ്പൻ 42 വർഷങ്ങൾക്ക് മുമ്പ് അവരെ ഉപേക്ഷിച്ചിട്ട് പോയി. അവരുടെ പേരും വിവരങ്ങളും ഒഴിവാക്കിയിട്ട് പെരുമ്പാവൂരിൽ നിന്നാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം പോലും ആ പിതാവ് പിന്നെ ഈ മക്കളെ ആരെയും വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും പ്രേം കേരളയിൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ യേശു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇവർ ചെയ്തത് പ്രേം കേരളയിലേക്ക് ആ വിവരം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് 22/12/2020 അവരറിയിച്ചിരിക്കുന്നത് ഈ 42 വർഷങ്ങളിൽ ഒരു പ്രാവശ്യം പോലും ഫോൺ പോലും ചെയ്തിട്ടില്ലാത്ത ആ പിതാവ് അവരെ വിളിച്ചു. അടുത്തത് അവരെ ചെന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്നും ആ പിതാവ് അറിയിച്ചു. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. കുടുംബത്തിലെല്ലാവർക്കും കോവിഡ് പോസിറ്റീവായിട്ട് വളരെ വിഷമം നിറഞ്ഞ സാഹചര്യത്തിലൂടെ പോയി. 86 വയസ്സുള്ള അമ്മയും 20 ദിവസങ്ങൾ വെന്റിലേറ്ററിൻ്റെ സഹായം തേടേണ്ടി വന്നു. ഈ സന്ദർഭത്തിൽ ഇവർ ചെയ്തത് പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും 86 വയസ്സുള്ള അമ്മ ഉൾപ്പെടെ എല്ലാവരും സൗഖ്യം
സൗഖ്യമായി ആമേൻ. യേശുവിൻ്റെ വിടുതലും ജീവനും അവർ അനുഭവിക്കുന്നു. 12 വയസ്സുള്ള മകന് തലയിൽ ട്യൂമർ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 6 മാസങ്ങൾ ചികിത്സയിൽ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു യേശു ഉണ്ട് എന്ന് ഇവരോട് ആരോ അറിയിച്ചു. താങ്ക് യു. ആരോ ആരെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുമ്പോൾ ചേർന്ന് നമ്മൾ ഒന്നിച്ച് ഒരു വിഷയം സുനോ ഇവിടെ വന്നാൽ നമ്മൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും കർത്താവ് നമുക്ക് മറുപടി നൽകി തരും. നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു. ലോകരാജ്യങ്ങൾ കുടുംബാംഗങ്ങളെ കൂടെ അറിയിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചത് ആ വിഷയത്തിന് വേണ്ടി, ആ പൈതലിന് വേണ്ടി. യേശു ചെയ്ത് നോക്കിക്കേ. മിസ്റ്റർ സാറാമ അറിയിക്കുന്നത് മൈസൂരിൽ നിന്ന് യേശുവിൻ്റെ അത്ഭുത സൗഖ്യങ്ങൾ. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന എല്ലാ ടെസ്റ്റുകളുടെയും റിപ്പോർട്ടുകൾ 100% നോർമൽ എന്ന റിപ്പോർട്ട് വന്ന് ഇന്ന് രാത്രി നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രേയിങ് കേരള ഓൾട്ടറിൽ തുടങ്ങിയ ദിവസം മുതൽ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളുടെ വിവരങ്ങൾ ഇവിടെയുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അക്കൂട്ടത്തിൽ തന്നെ അതിൽ 70% സ്ത്രീകളുടെ വിവരങ്ങളാണ് നമ്മുടെ പക്കൽ ആയിരിക്കുന്നത്. ഇന്ന് രാത്രി സ്ത്രീകളെ അനുഗ്രഹിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമുക്ക് കൽപ്പനയായി നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഈ രാത്രി ആ സകല മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളതിനെ 2ആയിട്ട് വീതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് സകല സ്ത്രീകളും സകല പുരുഷന്മാരും. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്ത്രീകൾക്ക് മുൻഗണന നമുക്ക് ഇന്ന് രാത്രിയിലും കൊടുക്കാം. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, പെൺകുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള സ്ത്രീ വരെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ലോകത്തിലുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ സ്ത്രീയും യേശു കർത്താവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതാകയാൽ കർത്താവേ, ഓരോ സ്ത്രീയുടെ മേൽ യേശുവിന്റെ ആത്മാവ് പൊരുന്നിരിക്കട്ടെ. കർത്താവേ, ഓരോ സ്ത്രീയും പ്രാർത്ഥന ആലയമായി മാറട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഓരോ സ്ത്രീയും നിറയപ്പെടട്ടെ. യേശുവിന്റെ സാന്നിധ്യത്താൽ ഓരോരുത്തരും നിറയപ്പെടട്ടെ. കുടുംബത്തെ പണിതെടുക്കുന്ന സ്ത്രീകൾ എഴുന്നേൽക്കട്ടെ. സമാധാനം ഉണ്ടാക്കുന്നവർ എഴുന്നേൽക്കട്ടെ. കർത്താവേ, ഇപ്പോൾ കർത്താവെ, പാപവഴികളിൽ നടക്കുന്ന സ്ത്രീകൾക്ക് യേശുവെ അവിടുന്ന് ഒരു മാനസാന്തരം കൊടുക്കും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് യേശുവെ അവിടുന്ന് ബോധ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്. കർത്താവെ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, വളരെ തകർച്ചയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, ഇപ്പോൾ തന്നെ യേശുവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി യേശുവെ അവിടുന്ന് അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഷ്ടനഷ്ട ശോധനകളിൽ യേശുവിന്റെ പൊന്മുഖം കാണുവാനുള്ള ദൈവകൃപ അവരുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, ഇപ്പോൾ ഓരോ യുവതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പെൺപൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ട നോട്ടങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണം. യേശു കർത്താവെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ത്രീകൾ അനുഭവിക്കുന്ന രോഗങ്ങളുണ്ട്. ഇപ്പോൾ കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കാളിയായി തീരുന്ന ഓരോ സ്ത്രീയും യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് മാനസിക തകർച്ചയിൽ കൂടെ കടന്നു പോകുന്നവർ, ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നവർ, ഭർത്താക്കന്മാരുടെ അതേ പീഡനം അനുഭവിച്ച് വേദനിക്കുന്നവരുണ്ട്. കർത്താവേ, യേശുവിന്റെ വചനം ഞാൻ അയക്കുകയാണ്. വുമൻ thou art loosed. യേശുവിന്റെ നാമത്തിൽ സ്ത്രീയെ, നീ യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാക. ഇപ്പോൾ സ്വതന്ത്രമാക, ഇപ്പോൾ സ്വതന്ത്രമാക, ഇപ്പോൾ സ്വതന്ത്രമാക. കർത്താവേ, അവിടുന്ന് ഓരോ സ്ത്രീകളെയും അവിടുന്ന് സൗഖ്യമാക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Females in the world, in Jesus' name, every female, yes Lord, be blessed in Jesus' name. Let everyone experience the freedom of God in their lives, Lord. When Jesus, you have said, woman, thou art loosed, we bring the same freedom of God over every woman under the sky in Jesus' name. Let every woman be blessed in Jesus' mighty, mighty name, that each one will become a house of prayer, glorifying the name of the Lord. Let their bodies be a living sacrifice to you, to honor your God.
even as we sing together tonight, Lord. തീർച്ചയായും നമ്മൾ ഇന്ന് രാത്രി സ്ത്രീ സമൂഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. നമുക്കറിയാം കഴിഞ്ഞ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അനേകം പങ്കെടുത്തവർ, പ്രത്യേകിച്ച് ക്യാരിങ്ങിലായിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്കൊന്നിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ക്യാരിങ് സ്റ്റേജിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രൊട്ടക്ഷൻ അവരുടെ മേൽ ഉണ്ടാകണം. മാത്രമല്ല അവർ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിഷയം അറിയിച്ച ചില പ്രിയപ്പെട്ടവരൊക്കെ അവരുടെ സ്കാനിങ് റിപ്പോർട്ടിൽ വന്ന ഇച്ചിരി മോശമായ റിപ്പോർട്ട് ആ ഡോക്ടേഴ്സ് പറഞ്ഞു, അത് അതിന്മേൽ വിഷമിച്ചുകൊണ്ട് നമ്മളോട് ഇവിടെ പ്രാർത്ഥന വിഷയം വിളിച്ച് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കുക എന്നല്ല. ഇപ്പോൾ ആ സ്കാനിങ് വന്ന റിപ്പോർട്ട് അത് മോശമാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയൊരു പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ, ആ ഡെലിവറി ടൈമിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. നമുക്കറിയാം പ്രിയങ്കയിലെ നമ്മുടെ കുടുംബയോഗങ്ങൾ നടക്കുന്ന സമയത്ത് മാവേലിക്കരയിൽ നമുക്ക് വന്നൊരു പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞത് സ്കാനിങ് ആയിരിക്കുന്ന സമയത്ത് 5-ാം മാസത്തെ സ്കാനിങ് റിപ്പോർട്ട് വന്നത് ആ കുഞ്ഞിന് അരയ്ക്ക് താഴോട്ട് ഇല്ല എന്നുള്ളത്. അത് വീണ്ടും 7-ാമത്തെ സ്കാനിങ്ങിലും അങ്ങനെ തന്നെ വന്നു. പക്ഷേ പ്രിയങ്കയിലെ കുടുംബത്തിൽ ആ വിഷയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചു. നമ്മൾ ലോകരാജ്യങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ നമ്മൾ ആ വിഷയത്തിന് വേണ്ടി ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ആ ഡെലിവറിയുടെ ടൈമിൽ വീണ്ടും ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഒരു കുഞ്ഞിനെ നൽകി കൊടുത്തപ്പോൾ 2 കാലുകളും അരയ്ക്കത്തായിട്ട് ഒരു കുഴപ്പമില്ലാത്ത നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം അവർക്ക് നൽകി കൊടുത്തു. നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്കൊന്നിച്ച് ക്യാരിങ്ങിലായിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി, അവർ ഉദരത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം അവരോട് കൂടി ഇരിക്കുവാൻ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്യാരിങ്ങിലായിരിക്കുന്ന സഹോദരിമാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തക്ക സമയത്ത് നല്ലൊരു നോർമൽ ഡെലിവറി ഓരോരുത്തർക്കും ലഭിക്കുവാൻ ഇടയാകണം. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് കർത്താവെ ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ സ്കാനിങ്ങിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ കർത്താവെ വളരെ നിരാശപ്പെടുത്തുന്നതാണെങ്കിലും ദൈവം അതിനകത്തും പ്രവർത്തിക്കാൻ കഴിയുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ക്യാരിങ് സ്റ്റേജിൽ കർത്താവെ ഭയത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, മറ്റ് ശാരീരികമായ പ്രയാസങ്ങൾ കടന്നു പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ വിടുതലും സൗഖ്യം ഓരോരുത്തരും ഈ രാത്രിയിൽ അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും നിന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശൂന്യ സിസ്റ്റങ്ങളെ പണിയുന്നവൻ എന്ന പേര് കേൾക്കുവാൻ ഇടയാകേണ്ടതിന് ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. കരുതലും കാവലും അവർക്ക് കൊടുക്കണം. അവർക്ക് തടസ്സമായി നിൽക്കുന്ന സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും യേശുവിന്റെ നാമത്തിൽ അവരുടെ ശരീരാത്മ ദേഹി വിട്ട് പുറത്തു പോകട്ടെ. പുനരുത്ഥാനത്തിന്റെ ജീവൻ അവരിൽ വെളിപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവേ. അവർക്ക് വേണ്ടിയ വൈകല്യങ്ങളെ അവിടുന്ന് മാറ്റി യേശുവിന്റെ നാമത്തിൽ ജീവനും കർത്താവെ തുടിപ്പുകൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ അസ്വസ്ഥനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ ഉള്ളറ വിട്ട് പുറത്തു പോകട്ടെ. ദൈവിക മഹത്വം ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ജോലിയിലുള്ള പ്രയാസങ്ങളെ, ജോലി ലഭിക്കാതിരിക്കുന്നത്, വിദ്യാഭ്യാസം കഴിഞ്ഞു പക്ഷേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. നമുക്കറിയാം കഴിഞ്ഞ 3 ദിവസം നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ അനേകർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ജോലിയിലുള്ള പ്രയാസങ്ങൾ. അപ്പോൾ തന്നെ പ്രത്യേകിച്ച് കോവിഡ് കാരണമൊക്കെ അനേകർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അനേകർക്ക് ജോലിയിലെ അവധികൾ ലഭിക്കുന്നില്ല, നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അങ്ങനെ ജോലിയുമായിട്ടുള്ള ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അനേകർ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് അവധിക്ക് വന്നിട്ടുണ്ട്, അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. ഈ വിഷയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്നിട്ട് മാതാവ് വിളിച്ചു പറഞ്ഞായിരുന്നു അവരുടെ മകൻ വന്നിട്ട് വിവാഹമാണ്, പക്ഷേ നാട്ടിലേക്ക് അവധി കിട്ടുന്നില്ല, അതുകൊണ്ട് വരാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പ്രയാസപ്പെടുന്ന അനേകരുണ്ട്. ഈ വിഷയങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Lord Heavenly Father, just give you praise and thanks, Lord, for this evening, oh Lord God. Lord Jesus, as we come, Lord Jesus, to the end of this week, Lord God, we just pray, Lord, for the week ahead, Lord Jesus, that you are going to provide miracles, Lord. You're going to show up, oh Lord Jesus, if each and every jobs resumes that's been sent out, oh Lord God. I pray, Lord Jesus, new doors are going to open for each and every one of them, oh Lord God. We pray for the resurrection power of the Lord, Lord Jesus, upon these papers, resumes that's been sent across, Lord, and all over this world, Lord, especially in Kerala and in India, Lord God, in the Middle East, Lord, right now. All the requests we received during the fasting prayers and all, Lord Jesus, we just give it in your hand, Lord God. I'm just going to thank you, Lord God. You're going to bless each and every one of them, Lord. You're going to wipe the tears of their eyes, Lord Jesus. Lord Jesus, we pray for financial, Lord Jesus, we pray financial blessing upon these people, oh Lord God. Lord Jesus, everyone's salary has been delayed, Lord. I pray, Lord Jesus, they shall receive the salaries on time, Lord. Month after month, Lord Jesus, they shall be receiving it on time, Lord Jesus. All this I ask in your holy name, I pray. സിനിമതരെ 2013 ഫെബ്രുവരി 1 ആരംഭിച്ച പ്രേയിങ് കേരള ശുശ്രൂഷ ലോകത്തിൻ്റെ നാനാരാജ്യങ്ങളിൽ അനേക ലക്ഷം ആളുകൾക്ക് നമ്മൾ ഏതു രാജ്യത്ത് പാർത്താലും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും കൂടെയുള്ള ഒരു സൗകര്യമാണ് പ്രേയിങ് കേരള. അനേകർ വിളിച്ച് പ്രേയിങ് കേരള ചോദിക്കാറുണ്ട്, പ്രേയിങ് കേരള എന്നാൽ എന്താ? വാട്ട് ഈസ് പ്രേയിങ് കേരള? ഹൂ ഈസ് പ്രേയിങ് കേരള? ആരാണ് പ്രേയിങ് കേരള? താങ്കളാണ് പ്രേയിങ് കേരള, ഞാനാണ് പ്രേയിങ് കേരള, നമ്മളാണ് പ്രേയിങ് കേരള. ആൻഡ് ദിസ് ഈസ് എ ഫെസിലിറ്റി to pray together, connected as one family, though we live in different parts of the world today. ലോകത്തിൻ്റെ ഏതു രാജ്യത്ത് നമ്മൾ പാർത്താലും നമുക്ക് ഒരു കുടുംബമായി ലോകരാജ്യങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തന്ന ഒരു സൗകര്യമാണ് പ്രേയിങ് കേരളയിൽ. പ്രേയിങ് കേരള കുടുംബത്തിൽ നമ്മൾ സിനിമയെ നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2020 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ വന്ന അനേക ലക്ഷം
വ്യക്തികളുടെ പ്രാർത്ഥനാ വിവരങ്ങളാണ് ഈ ഫസ്റ്റ് ഫ്രണ്ട് ലൈനിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ പിറകിലുള്ളത് സിനിമ പറയും. അതേ സാമ്പ്രദായം നമ്മൾ 2013 ഫെബ്രുവരിയിൽ ഒന്നാം തീയതിയില്ല ഈ പ്രാർത്ഥന ആരംഭിച്ച് 2020 പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഇവിടെയുണ്ട്. ബാക്കി 19, 18, 17, 16, 15, 14, 13 ഒക്കെ നമ്മുടെ ഇതിന് പുറകിലുള്ള ഈ അടുക്കിൽ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ ഓൾട്ടറും ഞങ്ങളെയും കൂടെ താങ്കളുടെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുക. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച് എഴുന്നേക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഇവിടെ ഒരു പ്രാർത്ഥന വിഷയം വിളിച്ചറിയിക്കുമ്പോൾ അവർ 100 വർഷം കഴിഞ്ഞിട്ടല്ല അവർ മറുപടി പ്രതീക്ഷിക്കുന്നത്. എനിക്കൊരു വിഷയത്തിന് മറുപടി ഉടനെയാണ് കിട്ടേണ്ടത്. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ അപ്പോൾ തന്നെ തിരുവെടുത്ത് നമുക്ക് ധൈര്യവും ബലവും നൽകുന്നത് അവിടെ വായിക്കുന്നത് ഇങ്ങനെ സെനുവദരെ ഉടനെ അത്ഭുത അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അല്ലേ. ഇമ്മീഡിയറ്റ്ലി ദ പവർ വെന്റ് ഔട്ട് ഫ്രം ജീസസ്. ഇമ്മീഡിയറ്റ്ലി ദ പവർ വെന്റ് ഔട്ട് ഫ്രം ജീസസ്. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 30 ആണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി power went out from him. അവങ്കിൽ നിന്ന് ഉടനെ ശക്തി പുറപ്പെട്ടു. എന്തിനു വേണ്ടിയാ? അന്ന് ആ വ്യക്തിയുടെ സൗഖ്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഈ രാത്രി എൻ്റെയും ഈ ജനലക്ഷങ്ങളുടെയും വിടുതലിന് വേണ്ടിയാ ഇന്നു രാത്രി അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത്. ആകയാൽ നമ്മൾ ഒറ്റയ്ക്കല്ല. തള്ളപ്പെട്ടവരെന്ന് തോന്നിയാലും നമ്മെ വിടുവിക്കുവാൻ യേശു നമ്മോട് കൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ ശ്രീമതി ഈ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും സാമ്പ്രദായ കാര്യം ഇവിടെ വരുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് ടെലിഫോണിലൂടെ വിളിച്ച് പറയുന്നതായിരിക്കും, വാട്സാപ്പിലൂടെ വരുന്നതായിരിക്കും, ഇമെയിൽ മുഖാന്തരം വരുന്നതായിരിക്കും. ചില പ്രിയപ്പെട്ട കത്തുകൾ മുഖേന ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാറുണ്ട്. അങ്ങനെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ എങ്ങനെ വന്നാലും നാം ചെയ്യുന്ന കാര്യം അത് പ്രാർത്ഥനാ വിഷയം എഴുതുന്ന ഒരു ഫോമിലേക്ക് അതിന് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഓൾട്ടറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ ഓൾട്ടർ നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷം നമ്മുടെ കുടുംബാംഗങ്ങളോടുകൂടെ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അത്ഭുതം പ്രവർത്തിക്കുന്നു. സിനിമ എനിക്ക് ഒരു 8 അടി നീളം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങേയറ്റം വരെ ഒന്ന് തൊടാമായിരുന്നു, അവരെയൊക്കെ ഒന്ന് തൊട്ട് സ്പർശം. പക്ഷേ അപ്പോൾ നമ്മളിവിടെ ഈ ഓൾട്ടർ അടുക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പിറകിലൂടെ വന്ന് ഇതിൻ്റെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാനും കൂടെയുള്ള ഒരു സൗകര്യത്തിലാണ് നമ്മൾ ഇത് അടുക്കി വച്ചിരിക്കുന്നത്. ഓരോ വ്യക്തിയും ദൈവത്തിന് വിലപ്പെട്ടവരാകയാൽ പ്രൈം കേരള കുടുംബത്തിനും അവരും അവരുടെ വിഷയങ്ങളും ഭാരങ്ങളും പ്രൈം കേരള കുടുംബത്തിലും നമുക്കും ഇത് പ്രധാനപ്പെട്ടതാണ്. കർത്താവിൽ നമുക്കവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ജനലക്ഷങ്ങൾ സൗഖ്യത്തോടെ ആയിരിക്കുമ്പോൾ, അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമുക്കും അതിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നു. Praying Kerala Worldwide Family, as a worldwide family, we help someone succeed in life. മറ്റുള്ളവരും ചിലരോട് ജീവിതത്തിൽ വിജയത്തിലേക്ക് വരുവാൻ നമ്മളും സഹായകരങ്ങളായി മാറുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ ആത്മഹത്യയില്ലാത്ത ഒരു ഇന്ത്യ ഉളവാകേണ്ടതിന് പ്രാർത്ഥിക്കണം. സിനിമ ആത്മഹത്യയില്ലാത്തൊരു കേരളം ഉളവാകണം. മാത്രമല്ല സാമ്പ്രദായ നാം ജീവിച്ചിരിക്കുന്ന ഈ തലമുറത്തിന് അവസാന വ്യക്തിയുടെയും കണ്ണുനീരിനെ യേശു തുടയ്ക്കണം. മാത്രമല്ല യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അതൊരിക്കലും സാധ്യമല്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ നടുറോഡിൽ പോലും മറ്റു പല കാര്യങ്ങൾക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് അവർ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ ഈ ലോകത്തിൽ യേശു പറഞ്ഞു, അവൾ മറക്കില്ല, മറന്നാലും അസാധ്യമായൊരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും അവൾ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഈ രാത്രി തള്ളപ്പെട്ടു എന്ന് തോന്നുന്നുവോ? എല്ലാവരും മറന്നു, എല്ലാവരും ഉപേക്ഷിച്ചു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ ഭാവി എന്തായിത്തീരും? ആരെന്നെ സഹായിക്കും? എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? ഒരു നല്ല വാക്ക് കേട്ടിട്ട് എത്ര കാലങ്ങളായി. ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞുടഞ്ഞ് ഞാൻ ഇനി എങ്ങനെ ജീവിക്കണം? എന്തിനു ജീവിക്കണം? ആയിരക്കണക്കിന് ചോദ്യങ്ങളുമായി ജീവിതം മുഴുവൻ വഴിമുട്ടിയോ? ഈ രാത്രി യേശു താങ്കളെ സ്നേഹിക്കുന്നു. യേശുവിൽ പുതുജീവൻ താങ്കൾക്കുണ്ട്, എനിക്കുണ്ട്. യേശുവിൽ താങ്കൾക്ക് എഴുന്നേറ്റമുണ്ട്. യേശുവിൽ ഒരു ശുഭഭാവിയുണ്ട്. ആത്മഹത്യ അല്ല പരിഹാരം, യേശുവാ പരിഹാരം. യേശു ഈ രാത്രി നാമത്തെ ഒന്ന് ഉറക്കം വിളിച്ച് യേശു. യേശുവാ
യേശുവേ, ഈ രാത്രി നാമം എല്ലാ നാവുകളും ഒന്ന് പറഞ്ഞ് യേശുവേ എന്നെ സൗഖ്യമാക്കണം. യേശുവേ അവിടുന്ന് എന്നിൽ വസിച്ച്, യേശുവേ എന്നെ അനുഗ്രഹിച്ച്. I need you. I am broken into fragments. I am a failure. I lost all purposes of life. Lord, I do not know what my future holds. Lord Jesus, I need you, Lord. Abide in me. Bless me, O God, and make me a blessing. കർത്താവേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്. ഞങ്ങൾ ഈ ഓൾട്ടറിന്റെ മേൽ കരങ്ങൾ വെക്കുക. ഞങ്ങൾ താങ്കളെയും ക്ഷണിക്കുന്നു, താങ്കളെയും ക്ഷമിക്കുന്നു. വരൂ, നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഈ ജനലക്ഷങ്ങൾ സൗഖ്യമാകട്ടെ, ഈ ജനലക്ഷങ്ങൾ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ സൗഖ്യവും സമാധാനവും അവർക്കുണ്ടാകട്ടെ. ആത്മഹത്യ മാറട്ടെ, കടക്കണി മാറട്ടെ, തകർച്ചകൾ മാറട്ടെ. നാണംകേടിൽ നിന്ന് ഇരട്ടി മാന്യതയാൽ ഓരോ വ്യക്തിയെയും ഈ രാത്രി ഞങ്ങളോടൊപ്പം തത്സമയം നടക്കുന്ന ഈ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഓൾട്ടറിൽ ഇവിടെ വന്നിരിക്കുന്ന 18 ലക്ഷത്തിലും മീതെ വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾക്കായി ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ പാർക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ ഇല്ലാത്തൊരു കേരളം, ആത്മഹത്യ ഇല്ലാത്തൊരു ഇന്ത്യ, ആത്മഹത്യ ഇല്ലാത്തൊരു ലോകം ഉളവാകേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ വ്യക്തിയും ഓരോ കുടുംബം കടന്നു പോകുന്ന ഓരോ വിഷയത്തിൽ മേലും എന്റെ കർത്താവേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലും അങ്ങയുടെ മഹത്വം ആ കുടുംബങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ. രോഗികൾ ഈ രാത്രിയിൽ സൗഖ്യമാകട്ടെ. മറ്റു വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഇപ്പോൾ തന്നെ അതിന് മറുപടി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ മുഖത്തു നിന്നും കണ്ണുനീരെ തുടച്ചു മാറ്റി കർത്താവേ നിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ കുടുംബങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, ഏകാന്തതയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, നിരാശയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. ഇന്ന് രാത്രി നിന്റെ സാന്നിധ്യത്താൽ ഓരോരുത്തരും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഒന്നിച്ച് എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏകാന്തവാസത്തിലെ കർത്താവേ അവർ നിരാശപ്പെട്ടു പോകാതെ എന്റെ കർത്താവിനോട് കൂടെയുണ്ട് എന്നുള്ള ധൈര്യം അവർക്കുണ്ടാകേണ്ടതിനായി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വഴിപിടിച്ച ജീവിത നിമിത്തം മാതാക്കൾ വ്യസനത്തോടെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ കർത്താവെ അങ്ങയുടെ അത്ഭുത പ്രവൃത്തി അവരിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, കുടുംബജീവിതം ഭദ്രമാക്കേണ്ടതിനും ദൈവിക പദ്ധതി അവരിലൂടെ പൂർത്തീകരിക്കാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേർപെട്ട ജീവിതത്തിൽ അവർ ഒന്നിച്ചാകേണ്ടതിന് ദൈവിക മഹത്വം അവരിൽ ഇറങ്ങണം കർത്താവെ. എല്ലാ ദുസ്സംശയങ്ങളും മാറട്ടെ അപ്പ, അവിടുത്തെ അഭിവൃദ്ധി കാണുവാനിടയാക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്ന് പാടിയാട്ടെ.
കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിലും യേശുവിൻ്റെ അസാധാരണമായ Amen. വിടുതലുകൾ Yes. ആയിരക്കണക്കിന് ആളുകളിൽ യേശു പകരുന്നത് കാണുമ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങൾ നന്ദി പറയുന്നു. Yes. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഈ യേശു എത്ര നല്ലവൻ. കർത്താവ് നമ്മോട് കൂടെ ഉള്ളപ്പോൾ തന്നെ സിൽവദറെ പ്രേയിങ് കേരള കുടുംബത്തിൽ രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടി വിയിലൂടെ എല്ലാ മാസവും 2ാമത്തെ ആഴ്ചയിൽ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന, അത് കഴിഞ്ഞ് വീണ്ടും എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 8 വരെ തത്സമയം ഹാർവസ്റ്റ് കേരളത്തിലൂടെ ഒക്കെ തത്സമയം ഈ പ്രാർത്ഥനയും ആരാധനയും യേശുവിൻ്റെ വിടുതലും സ്നേഹവും ജനലക്ഷങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകരുകയും ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെ കർത്താവ് കൂടെയുണ്ട്. നമ്മൾ അനേകർ പ്രൊഡക്ഷൻ രംഗത്ത് ഇവിടെ ഉണ്ട്. മാത്രമല്ല പ്രേയിങ് കേരളയിൽ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന താങ്കളെപ്പോലുള്ള വിലപ്പെട്ട ആളുകളുടെ ആ പങ്കാളിത്തം, ആ സ്നേഹം, ആ കരുതൽ, ഇല്ലായ്മയിൽ നിന്ന് പലരും അവരുടെ മരുന്നിന് വച്ചിരുന്ന പണം അല്ലേ സിനുബദറെ, അത് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ ആരും പോയി പറഞ്ഞിട്ടല്ല. നമ്മൾ പ്രേയിങ് കേരള ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് നമുക്ക് നിർബന്ധമായി പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ തന്നതിൽ ഒന്ന്, ദൈവം അറിയാത്ത ഒരു രൂപ പോലും ഈ ശുശ്രൂഷയിൽ ലോകത്തിൽ ഒരു രാജ്യത്തുനിന്നും വരരുത് എന്ന് ഒരു തീരുമാനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇതുവരെ അങ്ങനെ തന്നെ ആകുവാൻ ഇടയായി. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഈ ശുശ്രൂഷ മറ്റുള്ളവർക്കൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഞാനും ദൈവാത്മാവിൻ്റെ ചലനത്തിൽ പങ്കാളിയാകും എന്ന് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവർ അവരുടെ ഇല്ലായ്മയിൽ ഈ ശുശ്രൂഷയ്ക്ക് വിതയ്ക്കുന്നത് കൊണ്ടാ എത്രയോ ലക്ഷം രൂപ ചിലവുള്ള ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് സൗജന്യമായി എത്തിച്ചു കൊടുക്കുവാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ ഇവിടെ ഒരാൾ വിളിച്ചിട്ട് ഒരു IT പ്രൊഫഷണലാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നേരിടുന്ന കുറേ വിഷമങ്ങളുടെ മുമ്പിൽ വിഷമിക്കുമ്പോൾ വേറൊരു സുഹൃത്തിനെ വിളിച്ച് തൻ്റെ പ്രോബ്ലംസ് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് അറിയിക്കും, അവിടെ പ്രാർത്ഥിക്കും, യേശു അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ ആ ടെലഫോൺ ഇവിടെ വരുമ്പോൾ ഞാൻ ആ ടെലഫോൺ എടുത്ത് എൻ്റെ നമ്പർ അദ്ദേഹം കൊടുത്തിരുന്നത്. എന്താണെങ്കിലും ആ നമ്പർ വിളിക്കുമ്പോൾ എന്നോട് അദ്ദേഹം എനിക്ക് തോന്നുന്നു അങ്ങ് ആകെ വിഷമിച്ച് വിറച്ചുകൊണ്ട് ആദ്യമായിട്ട് വിളിക്കുക. അദ്ദേഹത്തിനൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ആദ്യം ചോദിക്കുന്ന ചോദ്യം, സാറേ എത്ര രൂപ തരണം എന്ന ആദ്യം എന്നോട് ചോദിക്കും. ഞാൻ ചോദിച്ചു എന്തിനാ? പ്രാർത്ഥനയ്ക്ക്. അയ്യോ, അങ്ങനെ ഒരു കുഞ്ഞും പ്രേയിങ് കേരള എന്ന കുടുംബത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പോലും ഇടയാകരുത്. കർത്താവ് നമുക്ക് സൗജന്യമായി നൽകി തന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള വ്യക്തിയുടെ പക്കൽ ഇത് എത്തിക്കേണ്ടതിനാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാണെങ്കിലും സൗജന്യമായി ഇത് എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ ക്രിസ്തുയേശുവിൽ ഞാനും എൻ്റെ സഹോദരങ്ങളും പ്രതിജ്ഞാബദ്ധമാണ്. അല്ലേ സിനുബദറെ? അതെ സാമ്പ്രദറെ, ഇന്ന് 2510 ദിവസങ്ങൾ നമ്മൾ ഇത് രാത്രിയിൽ പൂർത്തീകരിക്കുക. ആരംഭ ദിവസം മുതൽ ഈ ദിവസം വരെ നമ്മൾ ഒരു ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. കുടുംബാംഗങ്ങൾ അവരൊരു ആവശ്യം അറിയിക്കുമ്പോൾ നാം എന്താണോ ചെയ്യുന്നത് ഈ പ്രാർത്ഥന എഴുതി വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രേയിങ് കേരള ഓരോ മാസത്തെയും ആവശ്യങ്ങളും നാം ചെയ്യുന്ന കാര്യം ഇതേപോലെ പേപ്പറിൽ എഴുതി വെക്കുന്നു. നമ്മുടെ ഓൾട്ടറിൽ വെച്ചിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ട ഒരാൾ കൊടുത്തിരിക്കുന്നത് അവർക്ക് കുടുംബശ്രീയിൽ കുറേ നാൾ അവർ പരിശ്രമിച്ചതിന് ശേഷം എന്തോ ഒരു വലിയ അത്യാവശ്യത്തിന് വേണ്ടി അവർക്കൊരു ലോൺ കിട്ടി. 20,000 രൂപ അവർക്ക് ലോൺ കിട്ടി ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. പക്ഷേ അവർ മാനസികമായിട്ട് വളരെ തകർന്ന സാഹചര്യത്തിലൂടെ പോകുമ്പോൾ അവരുടെ സുഹൃത്ത് മുഖേന പ്രേയിങ് കേരളയെക്കുറിച്ച് അറിയുവാനിടയായി തീർന്നത് അതവരുടെ ജീവിതത്തെ സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക്, മരണചിന്തകളിൽ നിന്നൊക്കെ അവർക്ക് പൂർണ്ണ വിടുതൽ അനുഭവിപ്പാൻ കഴിഞ്ഞു. അപ്പോൾ ഈ 20,000 രൂപ അവർക്ക് കിട്ടിയപ്പോൾ അവർ ചെയ്തത് അതിൽ 15,000 രൂപ പ്രേയിങ് കേരളയ്ക്ക് ഞാൻ അയക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതി വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടു. എനിക്ക് തിരിച്ചു വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവരോട് അത് ചെയ്യണ്ട എന്ന് പറയുവാൻ. കാരണം അവർക്ക് അതിനേക്കാൾ വലിയ അത്യാവശ്യത്തിൽ നിൽക്കുക. എങ്കിലും അവരുടെ ആ വലിയ ഹൃദയം, മരണത്തിൽ നിന്ന് യേശു അവരെ രക്ഷിച്ചത് പ്രേയിങ് കേരള എന്ന ഈ ശുശ്രൂഷയിലൂടെ ആകുമ്പോൾ
മറ്റ് അനേകര് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടണം. യേശുവിന്റെ വിടുതലും സൗഖ്യവും അനുഭവിക്കണം. രണ്ട് കൂട്ടരെ ഇവിടെ ഉള്ളു സിനിമതരെ. ഒന്ന് ദൈവം, രണ്ട് മനുഷ്യർ. അതിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വിഭജിച്ചു. സ്ത്രീകൾ, പുരുഷന്മാർ. മുമ്പേ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ രാത്രി ഓരോ പുരുഷനും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയ 1 തിമോത്തിയോസ് 2:1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഞങ്ങളോട് ചേർന്ന് ഒന്നിച്ചൊന്ന് പറഞ്ഞ് സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് കൽപ്പന നൽകുന്നു. നമുക്ക് ഇന്ന് രാത്രി ആവശ്യഭാരങ്ങളിലായിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഓരോ ആണിനു വേണ്ടി പ്രാർത്ഥിക്കണം, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് രാത്രി അവർ ചിലർ മദ്യപാനികളായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നല്ല സ്വഭാവത്തിന് അവര് ഉടമകളായ many of them may not be in our good books or good boys ആയിരിക്കത്തില്ല. പക്ഷെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് കർത്താവ് തന്നെയല്ലേ. അവിടുന്ന് അവരെ അനുഗ്രഹിച്ച് നല്ലവരാക്കും. അതൊന്ന് സ്വപ്നം കണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കാൻ പോയ ഓരോ പുരുഷനും ആണും അനുഗ്രഹിക്കപ്പെടണം. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ആൺകുഞ്ഞു മുതൽ ഏറ്റവും പ്രായമായ പിതാവിന് വേണ്ടി വരെ ഈ രാത്രി അവർ ചിലർ കാട്ടിലായിരിക്കും, ചിലർ നാട്ടിലായിരിക്കും, ചിലർ ജയിലിലായിരിക്കും, ചിലർ ആശുപത്രിയിലായിരിക്കും, ചിലർ ഓഫീസിലായിരിക്കും, ചിലർ യാത്രയിലായിരിക്കും, ചിലർ ഭവനങ്ങളിലായിരിക്കും, ചിലർ മദ്യപിച്ച് കൂത്താടി നടക്കുകയായിരിക്കും. ആയിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് തിരുവെഴുത്തിൻ പ്രകാരം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പൊരുന്ന് ഇറങ്ങി വസിക്കും. എങ്കിൽ ഈ രാത്രി നമ്മൾ ഒന്നിച്ച് സകല മനുഷ്യർക്കും വേണ്ടി, വിശേഷാൽ പുരുഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവേ, പുരുഷ സമൂഹത്തെ ദൈവകരങ്ങളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തെ വഹിക്കുന്ന, അങ്ങയുടെ മഹത്വത്തെ വഹിക്കുന്ന അങ്ങയുടെ ആലയങ്ങളായി അവർ ഓരോരുത്തരും മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. തടവറയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, യേശുവിന്റെ നാമത്തിൽ വലിയ സ്വാതന്ത്ര്യം അവർക്കുണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവ്, യേശുവിന്റെ നാമത്തിൽ അവരതിൽ നിന്ന് പുറത്തു വരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം അവർക്കുണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാര്യ മരിച്ചതിന് നിമിത്തം ഏകാന്ത അമ്മയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞു മുതൽ പ്രായമുള്ള പിതാവിനെ വരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടി ഇരിക്കണം. അങ്ങയുടെ മഹത്വം സകല പുരുഷന്മാരിലും അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. सब मिलकर यीशु नाम, 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 ഈ രാത്രി നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതം അവിടെ പ്രവർത്തിക്കുന്നു. ഷൈനി വാട്സാപ്പിലൂടെ ഇവിടെ 5/1/2021 അറിയിച്ച പൊന്നമ്മ ആൻറ്റി, അവരുടെ ആൻറ്റി അവരുടെ വീട്ടിൽ വന്നു. പക്ഷെ വന്ന സമയത്ത് ആൻറ്റിക്ക് കൈക്ക് ഭയങ്കരമായ വേദനയും പെരുപ്പുമായിരുന്നു. അപ്പോൾ ഷൈനി പറഞ്ഞ കാര്യം, ഷൈനിയുടെ മമ്മി അല്പം വെള്ളം പ്രാർത്ഥിച്ചിട്ട് പ്രിയങ്കല ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് അത് ആ ആൻറ്റിക്ക് കുടിക്കാൻ കൊടുത്തു. ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കയ്യിലുണ്ടെന്ന പെരുപ്പ് മാറി സൗഖ്യമായി എന്നറിയിച്ചിരിക്കുന്നു. ഇത് അവരവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം, കുടിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന വെള്ളം, 1. 2, അല്ലെങ്കിൽ അവരവരുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ ഒക്കെ കരങ്ങളിലെടുക്കുക. ഇത് യേശുവിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചു എന്ന് എനിക്ക് ബോധ്യമാകേണ്ടതിനുള്ള അടയാളമായിട്ടാണ് പ്രാർത്ഥിച്ച് ഈ പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുവാൻ ദൈവ തിരുവെഴുത്ത് കാണിച്ചു തരുന്നത്. യേശു അവിടുത്തെ പരസ്യ ശുശ്രൂഷയിൽ യേശു രോഗികളെ എണ്ണ പൂശി സൗഖ്യമാക്കിയെന്ന് തിരുവെഴുത്ത് നമുക്ക് വ്യക്തമാക്കുന്നു. വീണ്ടും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷാക്രമങ്ങളിലും അവർ രോഗികൾക്ക് വേണ്ടി എണ്ണ പൂശി സൗഖ്യമാക്കിയിരുന്നു. യാക്കോബിന്റെ ലേഖനം 5:14-15 തിരുവെഴുത്തുകൾ വായിക്കുന്നത്, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ
യേശുവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. രോഗത്താൽ വിഷമിക്കുന്നവരുടെ മേൽ ക്രൂശിൽ യേശു തികച്ചെടുത്ത സൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നു. തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് ഈ മാധ്യമത്തിലൂടെ ഓരോ വ്യക്തിയുടെ അടുത്തും ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ അവരുടെ കരങ്ങളിലുള്ള ആ പദാർത്ഥങ്ങൾ സൗഖ്യത്തിനും വിടുതലിനും അനുഗ്രഹത്തിനുമായി അനുഗ്രഹിച്ച് നൽകുന്നു. യേശുവിൻ നാമത്തിൽ ആ എണ്ണ അവർക്ക് സൗഖ്യത്തിന് ഉതകട്ടെ. ആ വെള്ളം അവരുടെ ജീവനും വിടുതലിനും സമാധാനത്തിനും കാരണമാകട്ടെ. ആ ഡോക്യുമെന്റുകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആ കൈകളെ അനുഗ്രഹിക്കുന്നു. ഈ രാത്രി ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തും, സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തകർന്നവരുണ്ട്, യേശുവിൻ നാമത്തിന്റെ വിടുതലും സമാധാനത്താലും എല്ലാവരെയും അവിടുന്ന് നിറച്ചാട്ട് ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഉറങ്ങേണ്ട സമയത്ത് കർത്താവേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു എന്ന തിരുവചനത്തിന്റെ ശക്തിയാൽ ഉറക്കമില്ലാത്തവർക്ക് ഇന്ന് രാത്രിയിൽ സുഖകരമായ ഉറക്കത്തെ നൽകി അവരെ ഉറക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പൂർണ്ണത അവരിൽ വരുമാറാകട്ടെ. ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ്റെ സമയത്ത് എഴുന്നേൽക്കുവാനുള്ള ധൈര്യവും പ്രത്യാശയും കൊടുത്ത് തന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമ്പ്രദായം വീണ്ടും നാളെ രാവിലെ മുതൽ വീണ്ടും എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലൂടെ തത്സമയം പ്രാർത്ഥനയും ആരാധനയുണ്ട്. ഈ സമയത്ത് തന്നെ യൂട്യൂബിലൂടെയും പ്രാർത്ഥന ലഭ്യം. അനേകം പ്രിയപ്പെട്ടവർ പ്രേമിക്കാൻ ആ യൂട്യൂബ് ചാനൽ മറ്റുള്ളവർക്കൂടെയൊക്കെ ഷെയർ ചെയ്യുന്നത് കൊണ്ട് കൂട്ടുകാർക്കൂടെയൊക്കെ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നു. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ച ഒരു വിഷയം, കുടുംബത്തിലെ ഒരാളുടെ പിതാവിന് കിഡ്നി ഫെയിലിയറായി ന്യൂമോണിയയും കൂടി വെന്റിലേറ്ററിലായിരുന്ന വേളയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യപ്രദേശിൽ നിന്ന് ജെസ്സി നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടു. 23/11/2020 അവർ അറിയിച്ചത് പരിപൂർണമായ സൗഖ്യത്തോടെ ആ പിതാവിനെ യേശു സൗഖ്യമാക്കി. ഈ രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഉറങ്ങേണ്ട സമയത്ത് സുഖമായ ഉറക്കം ഉണ്ടാകണം. നമുക്ക് പലർക്കും വീടിനകത്ത് കള്ളം കയറുമെന്നൊക്കെ പേടിയുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ദൂതന്മാരുടെ സൈന്യം ഞങ്ങൾക്ക് പാർക്കുന്ന ഇടങ്ങളിൽ പാളയമിറങ്ങി അവിടുന്ന് കാവൽ ചെയ്യണമേ. പാർപ്പിടങ്ങളെ, വാഹനങ്ങളെ, ബിസിനസ്സുകളെ, കൃഷിയിടങ്ങളെ, മൃഗസമ്പത്തിനെ ദൈവകരങ്ങളിൽ ദൈവിക സംരക്ഷണത്തിനായി അർപ്പിച്ച് ഒന്നിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവേ, ഓരോ കുടുംബങ്ങളെയും നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. ഓരോ കുടുംബങ്ങളെയും അവർക്കുള്ള സകലത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അവർ സുഖമായി കിടന്നുറങ്ങട്ടെ. ദൈവിക സംരക്ഷണം അവർക്കുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സിനിമ ആക്സിഡന്റ് പറ്റിയ രാജേഷ് വെന്റിലേറ്ററിലായിരുന്നപ്പോഴാണ് മിസസ് കുഞ്ഞമ്മ കോഴിക്കോട് നിന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചത്. ഡോക്ടേഴ്സ് കൈവിട്ടു എങ്കിലും കൈവിടാത്ത യേശു അദ്ദേഹത്തിന് പരിപൂർണ സൗഖ്യത്തെ നൽകി കൊടുത്തു. ഫ്രണ്ടിന് കോവിഡ് ബാധിച്ച് ന്യൂമോണിയ കൂടി വെന്റിലേറ്ററിന്റെ സഹായം തേടി ഓക്സിജന്റെ ഇൻടേക്ക് വളരെ കുറവായി പ്രേംകേരള ചേർന്ന് പ്രാർത്ഥിച്ചു. അവരെ കോട്ടയത്ത് നിന്ന് അറിയിക്കുന്നത് പരിപൂർണമായ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. ജ്യേഷ്ഠത്തിയുടെ വീടിന്റെ അടുത്തുള്ള വ്യക്തി വെന്റിലേറ്ററിലായിരുന്നു. പ്രേംകേരള ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുത സൗഖ്യം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആള് സാക്ഷ്യപ്പെടുന്നു. ഈ രാത്രിയും രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്, ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിലും മറ്റുമായിരിക്കുന്നവരുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് അവരുടെ സൗഖ്യത്തിനായി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, ഈ സമയത്ത് കർത്താവെ ഹോസ്പിറ്റലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് വെന്റിലേറ്ററിലും ഐസിയിലും ആയിരിക്കുന്നവർക്കും, ഡോക്ടേഴ്സ് കൈവിട്ടവർക്ക് വേണ്ടി, വേദനയുടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരാശയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അത്ഭുതമായ സൗഖ്യം ശരീരത്തിലും മനസ്സിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുവിച്ച് സൗഖ്യമാക്കിയാട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. നമ്മൾ ഈ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ രാജ്യത്തെ കാവൽ ചെയ്യുന്നു, നമ്മുടെ പോലീസുകാർ രാജ്യത്തെ കാവൽ ചെയ്യുന്നു. രാത്രിയിൽ ജോലി ചെയ്യുന്ന നേഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, മറ്റു മേഖലയിലുള്ളവരുണ്ട്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ മക്കളുടെ മേൽ അങ്ങയുടെ സംരക്ഷണം പകരും. യേശുവിന്റെ ആത്മാവ് അവരിൽ ഓരോരുത്തരിലും പൊരുന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. യേശു നമ്മോട് കൂടെ, എന്നോട് കൂടെ യേശുവുണ്ട്. എന്നോട് കൂടെ